ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയില്ലേ, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് വിദേശത്ത് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പഠനത്തിന്റെ ഭാഗമായിട്ട് വിദേശത്തേക്ക് പോകുന്നു. ഇതുമല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിൽ ഇപ്പൊ 2 ഡിസ്ട്രിക്റ്റിലായിട്ട് നിൽക്കുന്നു. ഇതൊക്കെയാണ് ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ കാണാതെ ഇരിക്കുന്ന സമയത്തും ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവര് നിങ്ങളെ പഴയതുപോലെ സ്നേഹിക്കുന്നുണ്ടോ? ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 8 സൈനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതാ ഇപ്പൊ തന്നെ ചെയ്തോ. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ഡെയിലി ബന്ധപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതായത് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ്, കോള്, വീഡിയോ കോള് ഇങ്ങനെയൊക്കെ നിങ്ങളെ എന്നും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ആ ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി പഴയതുപോലെ തന്നെ ഇതാ ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെയൊന്നുമല്ല, സ്മോൾ സർപ്രൈസസ് ആണ്. അതായത് അവർ ചെറിയ ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും, അല്ലെങ്കിൽ അവർ നിങ്ങളെ എപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന മെസ്സേജസ് ഒക്കെ അയക്കും. ഇങ്ങനെ അവർ എപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെ എപ്പോഴും ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു കുട്ടി കമന്റിൽ ഇടാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണേ. കാരണം നിങ്ങളുടെ ഓരോ കുഞ്ഞു കമന്റും എനിക്ക് വലിയ മോട്ടിവേഷനാണ്. അതുകൊണ്ട് കമന്റ് ഇടാത്തവരുണ്ടെങ്കിൽ ഇതാ ഇപ്പൊ തന്നെ ഇട്ടോ. നമ്മുടെ മൂന്നാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്ലാൻസ് ആണ്. അതായത് ഫ്യൂച്ചർ പ്ലാൻസ് നിങ്ങളുമായിട്ട് അവരെ ഷെയർ ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാകാം. ഇതൊക്കെ അവര് നിങ്ങളെ അവരുടെ കൂടെ എന്നും ചേർത്ത് നിർത്തും എന്നതിന്റെ സൂചനകളാണ്. അതുകൊണ്ട് വിദേശത്തോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അവരുടെ ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഇതേപോലെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇപ്പോഴും നിങ്ങളെ പഴയതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെയൊന്നുമല്ല, ഇമോഷണൽ സപ്പോർട്ടാണ്. അതായത് അവര് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ പോലും അവരുടെ ലൈഫിലെ ടഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ വിഷമങ്ങൾ എല്ലാം നിങ്ങളോട് പറയും. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉള്ള വിഷമം ഉള്ള കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾക്ക് നല്ല സജഷൻസും കാര്യങ്ങളൊക്കെ അവര് നൽകും. ഇത് അവർക്ക് നിങ്ങളുള്ള സ്നേഹവും നിങ്ങളുടെ സന്തോഷം അവരുടെ സന്തോഷവുമാണ് എന്നതാണ് ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതാണ് നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെയൊന്നുമല്ല, ഷെയറിങ് ലൈഫ് അപ്ഡേറ്റ്സ് ആണ്. അതായത് അവരുടെ ലൈഫിലെ കാര്യങ്ങൾ, അതായത് ഇപ്പൊ അവരുടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ, അവരുടെ ലൈഫിൽ കിട്ടുന്ന അച്ചീവ്മെന്റ്സ്, അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, ഇതൊക്കെ നിങ്ങളുമായിട്ട് അവര് ഷെയർ ചെയ്യും. ഇത് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാനും നിങ്ങൾ അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ വിദേശത്തൊക്കെ പോയവരുണ്ടെങ്കിൽ അവരുടെ ഡെയിലി ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇപ്പോഴും പഴയ സ്നേഹം തന്നെയാണ്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറെയൊന്നുമല്ല, ഫ്രീ ടൈമാണ്. അതായത് അവരുടെ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം നിങ്ങളെ വിളിക്കുകയും നിങ്ങളോട് സംസാരിക്കും, നിങ്ങളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴും പഴയതുപോലെ ആ സ്നേഹം നിങ്ങളോട് ഉണ്ട്. ഇതാണ് നമ്മുടെ ആറാമത്തെ കാര്യം. ഇനി ഏഴാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഏഴാമതായിട്ട് വരുന്ന വേറെയൊന്നുമല്ല, ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നു. ആ ഒരു സമയം നിങ്ങൾക്ക് അവരെ വിളിക്കാനോ ചോദിക്കാനോ ഒന്നും പറ്റിയില്ല. എന്നാൽ പിന്നീട് ഈ കാര്യം നിങ്ങൾ അവരോട് പറയുമ്പോൾ അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ വഴക്കിടുകയോ നീ എന്നോട് ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യില്ല. ഇങ്ങനെ നിങ്ങളുടെ എല്ലാ ഡിസിഷൻസിലും അവര് സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് ഇപ്പോൾ നിങ്ങളോട് സ്നേഹമുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ ഏഴാമത്തെ കാര്യം. ഇനി എട്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. എട്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, റോങ് പ്രോമിസസ് ആണ്. അതായത്
അവരെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് വാഗ്ദാനങ്ങളായിട്ട് തരില്ല. ചിലരുണ്ട്, ഞാൻ നിനക്ക് അത് വാങ്ങിത്തരും, ഇത് വാങ്ങിത്തരും, എന്നാലോ ഒന്നും വാങ്ങിയൊന്നും കൊടുക്കത്തില്ല. ഇങ്ങനെ അവരെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ അവർ ഒരിക്കലും നിങ്ങൾക്ക് പ്രോമിസ് ആയിട്ട് തരത്തില്ല. അങ്ങനെ തരുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ സ്നേഹമൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ 8ാമത്തെ കാര്യം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ല കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.